അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ എൻ്റെ എൻ്റെ സ്വന്തം ഫാം നിങ്ങളെ ഒന്ന് കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണ്. ഫാമിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഏകദേശം 6ഓളം പശുക്കൾ ഇന്ന് ഫാമിലുണ്ട്. കുഞ്ഞുങ്ങൾ 2 എണ്ണമുണ്ട്. പശുക്കളുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ തൊഴുത്തിൻ്റെ വൃത്തി എന്നതാണ് പ്രധാന ഘടകം. തൊഴുത്ത് എല്ലാ സമയത്തും ഉണങ്ങിയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന തൊഴുത്ത് നനഞ്ഞിട്ടുണ്ട്, കാരണം പശുക്കളെ കഴുകുന്ന സമയമാണ്. കഴുകൽ കഴിഞ്ഞാൽ നമ്മൾ തൊഴുത്ത് നന്നായി വൃത്തിയാക്കും. എല്ലാ പശുക്കളെയും തൊട്ടടുത്ത് തന്നെ പാടമുണ്ട്, പാടത്ത് കൊണ്ട് കെട്ടിയിടും. നമ്മുടെ വളർത്തൽ എന്ന് പറഞ്ഞാൽ 0 ബജറ്റാണ്. എന്നാൽ 0 ബജറ്റ് അല്ല താനും. 0 ബജറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, രാവിലെ നമ്മൾ പശുക്കളൊക്കെ എല്ലാം കുളിപ്പിച്ച് കറവ കഴിഞ്ഞതിന് ശേഷം പാടത്ത് കൊണ്ട് കെട്ടിയിടുക എന്നുള്ളതാണ്. പിന്നീട് അവയെ ഒരു ഏകദേശം 1 മണി അല്ലെങ്കിൽ 2 മണി സമയത്ത് പോയി അവിടെ നിന്ന് കെട്ടിയിട്ട സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കെട്ടും. പിന്നീട് 4 മണി 4:30 മണിക്കാണ് തിരിച്ച് തൊഴുത്തിലേക്ക് അല്ലെങ്കിൽ ഫാമിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം 2ാം തവണ കറക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിനുള്ള പരിപാടികളെല്ലാം നടത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ വളപ്പിൽ തന്നെയുള്ള പുല്ലെല്ലാം വെട്ടി, അതാണ് രാത്രിയുള്ള ഭക്ഷണം. അതിലിടക്ക് നമ്മൾ കൊടുക്കുന്നത് തിരിയാണ്. തിരി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. തിരി എന്നാൽ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയാണ്. ചാക്കിൽ വരുന്ന തീറ്റ പല കമ്പനിയുടേതുണ്ട്. ഗോമതി ഉണ്ട്, SKM, കേരള ഫീൽഡിൻ്റെ തീറ്റകൾ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം മാറി മാറിയാണ് നമ്മൾ കൊടുക്കാറ്. ഇത് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഈ ഒരു ഭക്ഷണം ഉൾപ്പെടുത്തുന്നത്. പുല്ലും അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള പിണ്ണാക്ക് എന്നിവ കൊടുത്ത് മാത്രം വളർത്തുന്ന രീതിയാണെങ്കിൽ പാല് വളരെ കുറഞ്ഞ അളവിലാണ് കിട്ടുക. അങ്ങനെയാവുമ്പോൾ ഒരിക്കലും കർഷകന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പശുക്കൾക്ക് ചെള്ള് എന്നൊരസുഖം ഒരു പ്രാണി ശരീരത്തിൽ വരാറുണ്ട്. എല്ലാ സമയത്തും നമ്മൾ അവയെ കുളിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധ വേണം. ശ്രദ്ധയില്ല എങ്കിൽ ചെള്ള് വന്ന് അവയുടെ രക്തം മുഴുവൻ ഊറ്റിക്കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേരും. ആയതുകൊണ്ട് പശുപരിപാലനത്തിൽ നിൽക്കുന്ന ആളുകൾ പശുക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളെ രീതി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നാടൻ രീതിയിലാണ് വളർത്തുന്നത് എന്ന്. നാടൻ രീതിയിൽ വളർത്തി നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം പാലാണെങ്കിലും മോരാണെങ്കിലും വെണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും അതിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പാല് നിങ്ങളൊരു ഫാമിലിട്ട് വളർത്തുന്ന പശുക്കളുടെ പാലും ഇതുപോലെ നാടൻ രീതിയിൽ വളർത്തുന്ന ആളുടെ പാലും രണ്ടും കൂടി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് പാലുൽപ്പന്നങ്ങളായ മറ്റ് നെയ്യ്, തൈര്, മോര് എല്ലാം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെയ്യ് വാങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്ലാസ്റ്റിക് ബോട്ടിൽ നെയ്യ് വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നെയ്യ് നമ്മൾ പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ ബോട്ടിലേക്ക് ആക്കുന്നത്
ചൂടായ സാധനം ദ്രാവക രൂപത്തിലുള്ള നെയ്യിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ജാറിലേക്ക് ആക്കുന്നത്. ആ സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ വിഷാംശങ്ങളും ആ നെയ്യിൽ കലരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വലിയ പൈസ കൊടുത്ത് വാങ്ങുന്ന ഈ സാധനം നെയ്യാണെങ്കിൽ അത് നിങ്ങൾ മാക്സിമം ഗ്ലാസ് ബോട്ടിലിൽ വാങ്ങാൻ ശ്രമിക്കുക. അതാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്നവരോടുള്ള ഒരു റിക്വസ്റ്റ്. പിന്നെ നെയ്യിൻ്റെ സ്വാഭാവികത, അതിൻ്റെ യഥാർത്ഥ ഗുണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നെയ്യിൻ്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ അത് കട്ടിയായ രീതിയിലായിരിക്കാം. അതല്ലാതെ ലൂസ് മോഡൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് യഥാർത്ഥ നെയ്യ്. അതാണ് നാടൻ നെയ്യ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന നെയ്കളെല്ലാം കട്ടിയിലല്ല, ദ്രാവക രൂപത്തിലാണ് നമ്മളത് മാർക്കറ്റിൽ കാണുന്നത്. എന്താണ് അതിന് കാരണം എന്നറിയില്ല. അധികൃതർ അത് അന്വേഷിക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഭക്ഷ്യോൽപ്പന്നമാണല്ലോ ആയതുകൊണ്ട്. ഏതായാലും എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നതെന്നും മോരിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എല്ലാം നമ്മൾ വീഡിയോയിൽ കാണാം. ആദ്യം നമ്മൾ പാല് ചൂടാക്കി പാല് കാച്ചിയതിന് ശേഷമാണ്, അത് തണുത്തതിന് ശേഷം നമ്മുടെ ഉറയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാറ്. ആ ഉറയിലിരുന്ന് അത് പുളിക്കുകയും ആ പുളിച്ച് കിട്ടുന്ന ആ ദ്രാവക രൂപത്തിലുള്ള ആ അവസ്ഥയാണ് തൈര്. പിന്നീട് തൈര് നമ്മൾ മിക്സിയിൽ വെച്ച് അടിച്ച് അതിൽ നിന്ന് നമ്മൾ മോര് വേർതിരിച്ച് വെണ്ണ ആയി കാണുന്ന ആ വസ്തു പിന്നീട് അത് 3-4 തവണ കഴുകിയതിന് ശേഷം, അതിൻ്റെ പുളിപ്പെല്ലാം മാറിയതിന് ശേഷം നമ്മളത് ഉരുക്കി, ഇതുപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളെന്ത് ചെയ്യും, ഉരുക്കുന്ന സമയത്ത് ഒരു പത പോലുള്ള സാധനം വരും. അത് പുളിരസമായിരിക്കും. അതെല്ലാം നീക്കിയതിന് ശേഷമാണ്, പൂർണ്ണമായും നീക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നെയ്യ് വേർതിരിക്കുന്നത്. അതല്ലാത്ത കാരണവശാൽ അതിലേക്ക് ഈ പുളിരസം വന്നു കഴിഞ്ഞാൽ നെയ്യ് പെട്ടെന്ന് കേടുവന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നെയ്യ് ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അങ്ങനെ നെയ്യ് മാറ്റി നമ്മൾ പൂർണ്ണമായും അതിൻ്റെ വെള്ള കളറിൽ കാണുന്ന ഈ പതകളെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഗ്ലാസ് ബോട്ടിലേക്ക് നെയ്യ് മാറ്റുന്നത്. അപ്പോൾ നെയ്യ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങരുത്. 2, പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങരുത് എന്നതും. രണ്ടാമത്തത്, കട്ടിയില്ലാതെ ദ്രാവക രൂപത്തിലുള്ള നെയ്യ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങാതിരിക്കാനോ അല്ലെങ്കിൽ വാങ്ങുവാനോ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.